അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നത് കുര്യച്ചനെ വിളിച്ച് ഗ്രേസമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. അപ്പം പീഡനത്തെക്കുറിച്ചാണ് രോഹിത്തിൻ്റെ അതുപോലെ ശരണ്യനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുര്യച്ചൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്നോളാം എന്നൊക്കെ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഗ്രേസമ്മയ്ക്ക്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഗ്രേസമ്മ എന്ന് ബാലേന്ദ്രനോടും അലീനയോടും ഒക്കെ പറഞ്ഞു, അതെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കുര്യച്ചൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരാമെന്നോ? അതെ, അവരുടെ വീട്ടിലാരും ഗസ്റ്റുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വരും. അല്ല അതല്ലേ നമുക്കും നല്ലത് എന്ന് മാമച്ചൻ ചോദിച്ചു. ഗ്രേസമ്മ പറഞ്ഞു, അതെ അതാ നല്ലത്, കാരണം ഇവിടെ വെച്ച് സംസാരിക്കുവാണെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാമല്ലോ, പിന്നെ നമുക്കൊരു പോക്ക് ഒഴിവാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനും അലീനയ്ക്കും എല്ലാവർക്കും സന്തോഷമായി. ബാലേന്ദ്രൻ പറഞ്ഞു എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. മാമച്ചൻ പറഞ്ഞു അത് തന്നെയാണ് പ്രതീക്ഷ, രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. പക്ഷേ ആ പെങ്കൊച്ച് അവൾ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു. പിന്നെ രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, നമ്മൾ ആരെങ്കിലും വിചാരിച്ചതൊന്നും നടക്കില്ല, അത് അവൾ തന്നെ വിചാരിക്കണം. അവൾ പറയുന്നതാണ് കോടതി മുഖവിലേക്ക് എടുക്കുന്നത്. നമ്മളാരെങ്കിലും അവൾ അങ്ങനെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. രോഹിത്തിന് ജാമ്യം കിട്ടാനോ അവനെ വെറുതെ വിടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്കറിയാം. അല്ല മോളെ, എങ്കിൽ പിന്നെ നിനക്ക് അവളോടൊന്ന് കാര്യങ്ങൾ ചോദിച്ചു കൂടായിരുന്നോ? എങ്ങനെയാ ആൻറ്റി ഞാൻ ചോദിക്കുന്നത് എന്ന് ഗ്രേസമ്മയുടെ അലീന ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ എന്താ പറയണമെന്നറിയില്ല, അല്ലെങ്കിൽ അവൾക്ക് തോന്നില്ലേ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചാന്നുള്ള കാര്യങ്ങളൊക്കെ. വേണ്ട, വെറുതെ എന്തിനാ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനൊരിക്കലും അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ല ആൻറ്റി അവളുടെ അടുത്തേക്ക് പോയത്, അവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് നടത്തണമെന്നൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് പോയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് വൈജയെ കാണാനായിട്ട് കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ കമലയോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ചോദിച്ചു, അല്ല കമലടുത്തി എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? അവനെ പുറത്തിറക്കാനായിട്ട്, ഹരിയെ പുറത്തിറക്കാനായിട്ട് ശിവേട്ടൻ ശ്രമിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചു. അത് മാത്രമേ ഉള്ളൂ, ശിവേട്ടൻ എത്ര ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനെന്ന് പറ, ജാമ്യം കിട്ടുന്ന കാര്യം വലിയ വിഷമത്തിലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, എന്ത് ചെയ്യാനെന്ന് പറ. എല്ലാ തലതെറിച്ചവൾ ആ അലീന എന്ന് പറയുന്നവൾ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ അല്ലായിരുന്നെങ്കിലോ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. പിന്നീട് കമല പറഞ്ഞു, അല്ല വൈജയ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഈ ഡിവോഴ്സിന് കൊടുത്തു. അല്ല നിനക്കിത് എന്താ? അത് മാത്രമല്ല ഇപ്പം നീയാണെങ്കിലോ വേറെ വാടകയ്ക്ക് വീട് എടുക്കാൻ പോവാന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ കമലെടുത്തെന്ന് ചോദിച്ചു. അല്ല നിനക്ക് കടപ്പാട്ടൊരു വീടുണ്ടല്ലോ, നിനക്ക് അങ്ങോട്ടേക്ക് പോയി കൂടെന്ന് ചോദിച്ചു. അവിടേക്ക് എൻ്റെ പട്ടി പോവും, ഞാൻ അങ്ങോട്ടേക്ക് പോകണമില്ലേ? കമലെടുത്തി ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കാലിക്കീഴ് കിടക്കേണ്ട വരില്ലേ? അതിന് ഈ വൈജയെ കൊണ്ട് പറ്റത്തൊന്നുമില്ല, ഈ വൈജയ ആരാന്നൊന്നും അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കമല പറഞ്ഞു, നീ പിന്നെ ഒറ്റയ്ക്ക് ഒരു വീടെടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതെ എൻ്റെ കൂടെ ഭവിതേ പിന്നെ രോഗത്ത് ഇറങ്ങി കഴിയുമ്പോൾ അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു. എടി അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു. പിന്നെ അല്ല നിന്നെ നോക്കാനോ? ഭവിത നോക്കൂലോ, പിന്നെ വേണമെങ്കിൽ ഞാനൊരു ഹോം നേഴ്സിനെ അങ്ങ് നിർത്തും. എന്താ? ഓ പറയുമ്പോൾ അങ്ങ് എളുപ്പമാണ് വൈജയ്, പക്ഷേ ഇതൊക്കെ നടക്കണമെന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എടി ഞാൻ നോക്കിയിട്ട് ഇപ്പം നീ ആ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെയാണ് നഷ്ടം. ഒന്നാമത്തെ കാര്യം നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വൈജ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കണല്ലേ, ഈ ജന്മത്തിൽ അത് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അതിന് വൈജ മരിക്കണമെന്ന് പറഞ്ഞു. അവൾ എൻ്റെ കാൽച്ചൂട്ടിലേക്ക് വേണേ വരണം, ഞാൻ അവളുടെ കാൽച്ചൂട്ടിലേക്കല്ല ചെല്ലണ്ടേ. ഈ പറയുന്ന ബാലേന്ദ്രനും ശിവേട്ടനും രാജീവനും ഒക്കെ അവൾ പറയുന്നത് ഭയങ്കര വേദവാക്യമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. നേരത്തെ ശിവേട്ടനും രാജീവനും ഒക്കെ എന്നോടൊപ്പം നിന്നാ, പക്ഷെ ഇപ്പം അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ബാലേന്ദ്രനും അലീനയും പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അല്ല അപ്പം നീ തീരുമാനിച്ചോന്ന് ചോദിച്ചു. നിനക്ക് തന്നെ നഷ്ടം വരാൻ പോകുന്നത്, ഞാൻ തീരുമാനിച്ച അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒടുവിൽ കമല തോറ്റു പിന്മാറുവാണ്. കമല പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജ ബബിതയെ വിളിച്ചു. ബബിതയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ ഹോസ്പിറ്റലിൽ വരെയെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞു. ആ സമയം കുര്യച്ചന് ഗ്രേസമ്മയും മാമച്ചനും കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ ബാലേന്ദ്രനെ പരിചയപ്പെടുത്തുവാണ്. ഇതാണ് രോഹിത്തിൻ്റെ അച്ഛൻ ബാലേന്ദ്രൻ. പിന്നെ അലീനെ അറിയാലോ, അലീനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാലേന്ദ്രൻ ആദ്യം തന്നെ ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുര്യച്ചൻ പറഞ്ഞു, അല്ല ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മധുസൂദനനോട് പറയാവുന്നുള്ളൂ, പക്ഷേങ്കിൽ
എവിടെ എല്ലാത്തിനും തെളിവാണല്ലോ പ്രധാനം. ഇപ്പം അലീനയോട് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് പറഞ്ഞെന്ന് വെച്ചോ, നാളെ കോടതി ചിലപ്പോൾ കേസ് വിളിക്കണ സമയത്ത് അവൾ പറയാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അവളുടെ വീട്ടുകാരുടെ പ്രേരണ മൂലം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല അപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നത്. ചിലപ്പോൾ അവൾ ചിലപ്പോൾ നമ്മളോട് പറയും അങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവൾ മൊഴി മാറ്റി പറഞ്ഞാലോ. അലീന പറഞ്ഞു, ശരണ്യ അവൾക്ക് മനസാക്ഷിക്ക് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം അവളുടെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൾ മൊഴി മാറ്റി പറഞ്ഞത്. അതാ പറഞ്ഞത്. ഇനി അവളുടെ വീട്ടുകാർ ചിലപ്പോൾ നിർബന്ധിക്കും. പറഞ്ഞനുസരിച്ച് രാഷ്ട്രീയക്കാരൊക്കെ ഈ പറയുന്ന അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാണല്ലോ. കാരണം രോഹിത്തിൻ്റെ പേരും കൂടെ ചേർക്കുകയാണെങ്കിൽ കേസിന് കുറച്ച് ബലം കൂടെ കൂടുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവൾ സത്യങ്ങൾ തുറന്നു പറയുന്ന പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അവരും കൂടെ ചിലപ്പോൾ കുടുങ്ങുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ ചോദിച്ചു, അപ്പം എൻ്റെ രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചു. പുറത്തിറക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ മധുസൂദനോടൊന്ന് സംസാരിക്കാൻ പറയാം, മീരയോട്. അച്ഛനും മോളും അല്ലേ, അവർ സംസാരിക്കട്ടെ. സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. എടുത്തടിച്ച് ബാലേന്ദ്രൻ ഒരു കാര്യം തീരുമാനിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അലീന പറഞ്ഞോടെ ഞാൻ യോജിക്കുന്നത്, നമ്മൾ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാലോ. ബാലേന്ദ്രൻ പറഞ്ഞു, അതിന് എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, അത് അവൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ശരിയാ ബാലേന്ദ്ര, പക്ഷെ കൂടെയുള്ളവരതിന് സമ്മതിച്ചെന്ന് വരണ്ടേ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മത്സൂനെ ഒന്ന് പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ അവളോട് മോളോട് പറയാം, മോളെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഈ പറയുന്ന ആ ശരണ്യയുടെ അച്ഛനും അമ്മയെ വിളിച്ച് ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ അവർ തുറന്നു പറയുന്ന തോന്നേ. പക്ഷെ അതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഈ പറയുന്നതൊക്കെ സംഭവിക്കണമെങ്കിൽ ശരണ്യ തന്നെ പിന്നീട് മൊഴി കൊടുക്കേണ്ടി വരും, അവനെ രോഹിത്തിനെ പുറത്തിറക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക. മധുസൂദനോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷ സമാധാനമൊക്കെ ഇവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അലീനയും ബാലേന്ദ്രനും കൂടെ വീട്ടിലേക്ക് പോരുന്നത്. ഈ സമയത്ത് ബബിത ഹോസ്പിറ്റലിലേക്ക് എന്നു. അങ്ങനെ വൈജയെ കാണുവാണ്. വൈജയെ കാണുന്ന സമയത്ത് വൈജ ബബിതയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരങ്ങുമ്പോഴത്തേനും പറഞ്ഞു, അച്ഛൻ അവളെ കൊണ്ട് പോയേക്കുക. എവിടേക്ക്? എങ്ങോട്ടാന്ന് ആർക്കറിയാം. അതെന്താ നിനക്കറിയത്തില്ലാത്ത, നീ ചോദിച്ചില്ലേന്ന് ചോദിച്ചു. രോഹിത്തിനെ രക്ഷിക്കുന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. രോഹിത്തിനെ രക്ഷിക്കുന്നു? അതെ അമ്മേ, ഇതിനകത്തൊരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞു. കാര്യമോ? എന്ത് കാര്യം? അത് രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അതെ, അങ്ങനെ അറിയാൻ കഴിഞ്ഞേ. അലീനയോട് ആ ശരണ്യെന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞാണ് പോലും. അത് കേട്ടപ്പോൾ വൈജിക്ക് ഭയങ്കര സന്തോഷമായി. സത്യമാണോ നീ പറയണേ? അതെ അമ്മേ, അങ്ങനെയാണെങ്കിൽ രോഹിത്തിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അല്ല എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. രോഹിത്തിനെ എത്രയും പെടുന്ന പുറത്തു കൊണ്ടുവരാൻ നിൻ്റെ അച്ഛനോട് പറ. അമ്മേ, അച്ഛൻ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നേ, പക്ഷെ അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നില്ല. ആ പെണ്ണും മൊഴി മാറ്റി പറയുമെന്നൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടത്തില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ കളി പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. പിന്നീട് ബബിതയോട് പറഞ്ഞു, നിന്നെ ഇപ്പം ഞാൻ വിളിപ്പിച്ച എന്തിനാണെന്നറിയോ? ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. എന്ത് കാര്യമാണെന്നറിയാവോ? ഞാൻ എന്തായാലും വീട് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ വീട് മാറിയിട്ടുണ്ടെങ്കിൽ നീ അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. അവിടേക്ക് വരാനോ? അതെ, എന്നോടൊപ്പം നീ ഉണ്ടായിരിക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ ബബിത ഇടിവെറ്റേറ്റ പോലെ നിൽക്കുകയാണ്. ബബിതയ്ക്കറിയാം പോയിട്ടുണ്ട് തൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.